ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം അപ്രകാരം പറയുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം ദുഃഖവെള്ളിയാഴ്ചയുടെ ആചരണത്തിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് ക്രൂശിന്റെ സന്ദേശം എപ്പോഴും സൗഖ്യവും സമാധാനവും പ്രത്യാശയും തരുന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് ഒരു മനുഷ്യനായി അവതരിക്കുക, മനുഷ്യനെ പോലെ മരിക്കുക, ഉയർത്തെഴുന്നേൽക്കുക, ദൈവമായിട്ട് ഉയർത്തെഴുന്നേൽക്കുക. ഈ അനുഗ്രഹീതമായ അനുഭവത്തെ സഭ 50 ദിവസം ആചരിക്കുകയും അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അതിന് ഏറ്റവും ഉന്നതമായൊരു സമയമാണ് ക്രൂശീകരണം. ക്രൂശിലൂടെയാണ് ദൈവസ്നേഹത്തിന്റെ ഡെപ്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്. യേശു നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നമ്മോടുള്ള അവന്റെ സ്നേഹം വ്യക്തമാക്കിയിരിക്കുന്നെന്ന് വേദപുസ്തകം പറയുന്നു. സ്നേഹത്തിന്റെ ആഴം ഈ ക്രിസ്തുവിന്റെ സ്വയയാഗത്തിലൂടെയാണ്, പരമയാഗത്തിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിന്റെ നിശ്ചയമാണ്, ദൈവത്തിന്റെ നിയമമാണ്. അതിനെ അന്വർത്ഥമാക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം മനുഷ്യനാൽ അസാധ്യമായത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ചത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസവേഷമെടുത്തു മനുഷ്യരൂപമായി. അപ്രകാരം ദൈവം ഒരു മനുഷ്യനായി തീർന്ന അവർണ്ണനീയമായ ആ വലിയ അനുഭവം ക്രൂശിന്റെ ആളാണ് ദൈവം വെളിപ്പെടുത്തിയത്. യേശു തേജസ്കരിക്കപ്പെട്ടില്ലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തേജസ്കരിക്കപ്പെട്ടത് ക്രൂശിന്മേലാകുന്നു എന്ന് പറയാറുണ്ട്. ട്രാൻസ്ഫിഗറേഷൻ ഡേ, രൂപാന്തരീകരണ ദിവസത്തേക്കാൾ ഉപരിയായി ക്രിസ്തു സ്വയം രൂപാന്തരപ്പെട്ടത് ക്രൂശിന്മേലാണ്. ക്രൂശിന്മേൽ തന്റെ സ്നേഹം വെളിപ്പെടുത്തി എന്ന് പറയുന്നു. യേശുവിൻ ദിവ്യസ്നേഹം എന്നോട് വർണ്ണിക്കുക എന്ന നല്ല പാട്ടുണ്ടല്ലോ. അതിന് വീതി, ഉയരം, ആഴം എന്തെന്ന് ഗ്രഹിപ്പാൻ ഈ മണ്ണിൽ വെച്ച് കഴിയുന്നില്ല. നിത്യതയിലെങ്കിലും ദൈവമേ അതിനെ അനുവദിക്കണമേ എന്ന് പാട്ടുകാരൻ പാടുന്നത് വളരെ അത്ഭുതമായ ഒന്നാണ്. ദൈവസ്നേഹത്തിന്റെ ആഴം നമ്മെ മനസ്സിലാക്കി തരുന്നത് ക്രൂശിലുള്ള മരണമാണ്. ഈ മരണം നമുക്ക് വേണ്ടിയെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം പാപത്തിന്മേലൊരു ജയവും വിടുതലും സ്വാതന്ത്ര്യവും നൽകി തരുന്നു. കുരിശ് തരുന്ന വലിയ ഒരു സന്തോഷം അതാണ്. നീ നിന്റെ പാപത്തിൽ മരിക്കുകയില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരു പാപയാഗമായി സ്വയം പിതാവാൻ ദൈവത്തിന്റെ സനയിൽ അർപ്പിക്കാൻ വേണ്ടി തിരുമനസ്സായി. ഈ മരണം മൂലം ലോകത്തിന് മുഴുവൻ ദൈവം കൊണ്ട് വീണ്ടെടുപ്പാണ്. മനുഷ്യന് മാത്രമല്ല, സർവ്വ സൃഷ്ടിക്കും വീണ്ടെടുപ്പിനായി ദൈവം ഒരുക്കിയിരിക്കുന്നു. ഇനി വരുവാനിരിക്കുന്ന നിത്യതയിലേക്ക് സകല സൃഷ്ടികളും നോക്കിപ്പാർത്തിരിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. മനുഷ്യൻ മാത്രമല്ല, സർവ്വ സൃഷ്ടികളും ഒരു പുതിയ ആകാശത്തിലേക്കും പുതിയ അനുഭവത്തിലേക്കും പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നു. പാപിയായ നമുക്ക് ദൈവസംസർഗം നിഷിദ്ധമാണ്. എന്നാൽ അതിന് പകരം ഈ പരമയാഗത്തിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുവാനും നിലനിൽപ്പാനും ശക്തി പ്രാപിപ്പാനും ജീവിപ്പാനും കഴിയും. ക്രൂശിലും മരണം മൂലം നമുക്ക് ലഭ്യമായത് പാപക്ഷമ, ജീവൻ, നിത്യജീവൻ. പുത്രനിൽ വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവൻ എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ക്രൂശീകരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്ന് ഉൾക്കൊള്ളുന്നതിനും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ദൈവരാജ്യത്തിന്റെ പ്രജകളായി തീരുന്നതിനും ദൈവം നമുക്ക് അവസരവും അനുവാദവും തന്നിരിക്കുന്നു. ഈ വലിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള ദൈവിക പദ്ധതിയിൽ നമുക്കും പങ്കുചേരാം. ഈ ലോകം മാത്രമല്ല, ഇതിനപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് കർത്താവ് തന്നെ നമ്മൾക്ക് കാണിച്ചു നൽകുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുള്ളൂ. ഒരു പ്രത്യാശയുടെ സന്തോഷവും സന്ദേശവുമാണ് കുരിശ് നമുക്ക് തരുന്നത്. മനസ്സിലായി തീരാം. ആ വലിയ നിത്യതയെ കാംക്ഷിച്ചുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാൻ ചോദിക്കാതെ കിട്ടിയതാണ് ജന്മം. ദൈവത്തിന്റെ സന്തോഷം ചോദിക്കാതെ കിട്ടുന്നതാണ് രക്ഷ. ദൈവത്തിന്റെ ദാനമാണ്. പ്രവൃത്തി കൊണ്ട് ഒരിക്കൽ നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. ആ വലിയ നിത്യമായ രക്ഷയെ കാംക്ഷിച്ചുകൊണ്ട് ഈ മണ്ണിൽ കുരിശിതനാവിനോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാം.
കുരിശിലൂടെയാണ് നമുക്ക് ജീവൻ ലഭ്യമായത്. കുരിശിൽ വെച്ച കള്ളൻ കർത്താവിനോട് പറയുന്നു, കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തു പറയണം. മരണത്തിന് ശേഷം ഒരു രാജ്യത്വമുണ്ടെന്നും അവിടെ ക്രിസ്തു നിത്യരാജാവായി വസിക്കുന്നുവെന്നും വാഴുന്നുവെന്നും അവിടെ നമുക്ക് പ്രജകളായി തീരാമെന്നും കർത്താവ് നമുക്ക് വാഗ്ദത്വവും ഉറപ്പും തന്നിട്ടുണ്ട്. കുരിശൻ നമുക്ക് ലഭ്യമാക്കുന്ന ഈ രക്ഷാനുഭവമാക്കാൻ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ആചരണവും അനുഷ്ഠാനവും നമുക്ക് കാണുന്നതാണ്. ദേഹം മുഴുവൻ ബുദ്ധി, കണ്ണ്, വായ, നാവ്, അധരം, കൈ, കാലുകൾ, ദേഹം മുഴുവൻ മനസ്സും ദൈവൻപാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പാപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവവും അനുഷ്ഠാനവും ആരാധനയുമാണ് ദൈവം നമുക്ക് പൗരസ്ത്യ സഭയായി നിലനിൽക്കുന്ന നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ കർത്താവിനെ പൂർണ്ണമായി നമസ്കരിച്ചുകൊണ്ട് രക്ഷയ്ക്ക് മുഖാന്തരമാക്കിയ ദൈവകരുണയ്ക്ക് സ്തോത്രം ചെയ്യുന്നുണ്ട്. ഈ വലിയ ദിവസം നമുക്ക് ആചരിക്കാം. പൗലോസ് അപ്പോസ്തലൻ യേശുവിന്റെ മരണം കൊണ്ട് പറയുന്നു, മരണം നീങ്ങാൻ തക്കവണ്ണമുള്ള ദൈവിക പദ്ധതി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ അതിജീവിച്ച ബുദ്ധിതനായ കർത്താവ് നമ്മോടുകൂടെ. ആ കർത്താവിന്റെ സ്നേഹം ഏറെ മനസ്സിലാക്കാൻ ഈ കുരിശും അതിന്റെ അനുഷ്ഠാനവും അതിന്റെ ആചരണവും വിശ്വാസവും നമുക്ക് മുഖാന്തരമാവട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.